നമുക്ക് ദുരൂഹ സാഹചര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. കുഞ്ചാക്കോ ബോബൻ പ്രധാന വേഷത്തിലെത്തിയ സിനിമ ചാക്കോച്ചൻ്റെ ഓരോ പടം കഴിയുമ്പോഴും പുള്ളി വല്ലാണ്ടങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേയിൽ നിന്ന് ഡാർക്കിലേക്കൊക്കെ പോകുന്ന ചാക്കോച്ചനെ കാണാൻ കഴിയുന്നുണ്ട്. വാട്ട് എ പെർഫോമൻസ്! ഈ സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ചാക്കോച്ചൻ എന്ന പെർഫോമറിനെ കാണുമ്പോൾ ഉള്ള സന്തോഷമാണ് ആദ്യം തോന്നുന്നത്. ദിലീഷ് പോത്തൻ ഒരു കിടക്ക കൊണ്ട് കൊടുത്താൽ മതി മനുഷ്യന്. നേരെ നിന്ന് എണീറ്റ് നിന്ന് അഭിനയിച്ച് കാലും കൈയിട്ട് അടിച്ച് ബഹളം വെക്കണമെന്നൊന്നുമില്ല. മുഖം കൊണ്ട് അയാൾ ഭീതി വരുത്തും, മുഖം കൊണ്ട് അയാൾ സന്തോഷിപ്പിക്കും എന്നൊക്കെ തോന്നിപ്പോകുന്ന പെർഫോമൻസ്. ചിദംബരം ഫസ്റ്റ് ടൈം ഓൺ സ്ക്രീൻ കാണുമ്പോൾ ഉണ്ടാവുന്ന ഗൗരവം, അയാളുടെ ക്യാരക്ടറിനോട് കൃത്യമായി 100% നീതി പുലർത്തുക. സച്ചിൻ ഗോപു അയാൾ വേഴ്സറ്റൈലാണ് എന്ന് തന്നെ പറയാനുള്ളത്. ബട്ട് എവിടെയൊക്കെയോ പുള്ളിയുടെ പഴയ ക്യാരക്ടേഴ്സിൻ്റെ ഷെയ്ഡ്സ് അടിക്കുന്നുണ്ട്. പക്ഷെ അത് ഒഴിച്ചു നിർത്തിയാൽ ഹി വാസ് ട്രെമെൻഡസ്. രതീഷ് ബാലകൃഷ്ണ പൊതുവാളുടെ ഹ്യൂമർ സെൻസ്, സറ്റാരിക്കൽ സെൻസ്, സ്ലാപ്സ്റ്റിക് സെൻസ്, ഐ ലവ് ദ ഫിലിം. നമുക്ക് സംസാരിക്കാനുള്ളത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമയെക്കുറിച്ച് തന്നെയാണ്. ഗംഭീരമായ പടം. അത് ഭയങ്കര രസമായിട്ട് തോന്നി. ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പോക്ക്, നമ്മളതിനകത്ത് കയറുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. വി ആർ ഇൻ ദാറ്റ് വേൾഡ്. അവരെ ആ ഒരു ഫസ്റ്റ് ഫ്രെയിം തൊട്ട് തന്നെ രതീഷ് നമ്മളകത്ത് കയറ്റുന്നുണ്ട്. അതിനുശേഷം ജാഫർ ഇടുക്കി വരുന്നതായിക്കോട്ടെ. ജാഫർ ഇടുക്കിയൊക്കെ ഒരു എന്ത് ഈസിയായിട്ടാണ് പുള്ളി ചെയ്യുന്നത്. ലൈക്ക് ഈസി ഫ്ലോ ആണ്. പുള്ളി അഭിനയിക്കുകയാണെന്നൊന്നും തോന്നിപ്പിക്കുന്ന രീതിയിലൊന്നുമല്ല. അവിടെയുള്ള ഒരു നാട്ടുമ്പുറത്തുകാരൻ, അവിടെയുള്ള മനുഷ്യൻ എങ്ങനെ പെരുമാറുന്നോ, ബോഡി ലാംഗ്വേജ് അതുപോലെ പുള്ളി തണുപ്പ് കിട്ടുന്ന പോലെ അഭിനയിച്ചാൽ നമ്മളിവിടെ കിടന്ന് തണുക്കുന്ന പോലെ ഫീൽ കിട്ടും. അങ്ങനത്തെ രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെയാണ് പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. പെർഫോമൻസ് വെച്ച് അടിപൊളി. ആൻഡ് രതീഷ് ബാലകൃഷ്ണ പൊതുവാളുടെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കിയാൽ തന്നെ എക്സെപ്റ്റ് ആ സുരേഷും സുമലതയും ഒരു ഹൃദയഹരിയായ പ്രണയത ഒഴിച്ചു നിർത്തിയ ബാക്കി പടങ്ങളെല്ലാം അടിപൊളിയാണ്. അതിൻ്റെ ഒരു നെക്സ്റ്റ് എക്സാമ്പിളായിട്ട് തന്നെയാണ് ഈ പടം പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗംഭീരമായ പടം. ആൻഡ് സ്ക്രിപ്റ്റ് സെലക്ഷൻ, ചാക്കോച്ചൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സമൂഹം ഡ്രൈവ് ചെയ്ത് പോകുന്ന രീതിയിൽ, സമൂഹമാണ് ഒരാളെ നല്ലവനാക്കുന്നതും മാവോയിസ്റ്റ് ആക്കുന്നതോ അല്ലെങ്കിൽ എന്തൊക്കെ ആക്കിയാലോ അത് സമൂഹമാണ് എന്ന രീതിയിലുള്ള ഈ സ്റ്റോറി ലൈൻ നമ്മൾ മുന്നേയും കേട്ടിട്ടുണ്ട്. ഇത് പഴയ സ്റ്റോറി ലൈൻ തന്നെയാണ്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി, അത് പുതുമയായിട്ട് കൊണ്ടുവരുന്ന രീതി, നമ്മൾ പടം കണ്ടു കഴിഞ്ഞിട്ടാണല്ലോ തോന്നുന്നത്. വൺ ലൈൻ ആലോചിക്കുമ്പോൾ ഇത് തന്നെയല്ലേ വൺ ലൈൻ. പക്ഷെ അങ്ങനെ ഒരു ഫീല് സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, അതൊരു ക്രാഫ്റ്റ്സ്മാൻ്റെ കലയാണ്, അത് രതീഷിൻ്റെ കലയാണ്. അത് രതീഷ് അതിഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, പൊളിച്ചിട്ടുണ്ട്. ആൻഡ് ഡോൺ വിൻസെൻ്റ് ആ സിറ്റുവേഷൻ അനുസരിച്ച് പുള്ളി ബീജിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബീജിയം കൊണ്ട് അമ്മാനമാടുന്ന സിനിമയല്ല. പാട്ടുകൾ വാസ് നൈസ്. ഐ ലവ് ദ സോങ്സ്. എല്ലാം രസമുണ്ടായിരുന്നു.